പാലിയേറ്റീവ് രോഗികൾക്ക് കൈത്താങ്ങായി പന്മന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഓഫീസായ മുല്ലക്കേരി ഗ്രാമഭവൻ കേന്ദ്രീകരിച്ചുകൊണ്ട് ആരംഭിക്കുന്ന പാലിയേറ്റീവ് കെയർ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. NK പ്രേമചന്ദ്രൻ MP ഉദ്ഘാടനം നിർവഹിച്ചു. പന്മന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഓഫീസായ മുല്ലക്കേരി ഗ്രാമഭവൻ കേന്ദ്രീകരിച്ചുകൊണ്ട് ആരംഭിക്കുന്ന പാലിയേറ്റീവ് കെയർ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു. NK പ്രേമചന്ദ്രൻ MP ഉദ്ഘാടനം നിർവഹിച്ചു. ഒരു ഗ്രാമപഞ്ചായത്ത് അംഗം താൻ പ്രതിനിധീകരിക്കുന്ന വാർഡിലെ ജനങ്ങൾക്ക് ആശ്വാസം എത്തിക്കാൻ വേണ്ടി ആരംഭിക്കുന്ന ഈ ഗ്രാമഭവൻ, അതിന്റെ ഭാഗമായിട്ടുള്ള പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾ. സന്തോഷ് തുപ്പാശ്ശേരി ഈ കാര്യം എന്നോട് സംസാരിച്ചപ്പോൾ തന്നെ ഞാൻ ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഏതെങ്കിലും തരത്തിൽ പ്രത്യക്ഷമോ പരോക്ഷമോ ആയിട്ടുള്ള ഗവൺമെന്റിന്റെ ഏതെങ്കിലും തരത്തിലുള്ള സഹായം അത്തരത്തിലുള്ള പരിപാടിയാണോ എന്നുള്ളത് പ്രത്യേകിച്ചും ഇന്നത്തെ കാലഘട്ടത്തിൽ അറിയേണ്ടത് അനിവാര്യമാണ് എന്നുള്ളത് കൊണ്ടാണ് സൂചിപ്പിച്ചത്. അപ്പോ അദ്ദേഹം പറഞ്ഞത് 100% സന്നദ്ധ പ്രവർത്തനത്തിലൂടെ സമാഹരിക്കുന്ന സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് സാധാരണക്കാർക്കും അശരണർക്ക് ആശ്വാസം എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ജനകീയ സംരംഭം എന്ന നിലയിലാണ് ഇത് ആരംഭിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് തികച്ചും മാതൃകാപരമായ സംരംഭം എന്ന് വിശേഷിപ്പിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം, ഇന്ന് നമ്മൾ പന്മന പഞ്ചായത്ത് അടക്കമുള്ള നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിലെ വിവിധ വാർഡുകളിൽ പരിശോധിച്ചു നോക്കിയാൽ ഒരു വാർഡിൽ ഏറ്റവും കുറഞ്ഞത് ഒരു ഡസനിൽ കുറയാത്ത പാലിയേറ്റീവ് പരിചരണവും ശുശ്രൂഷയും ആവശ്യപ്പെടുന്ന രോഗികൾ ഉണ്ടാകും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അപ്പൊ അത്തരത്തിലുള്ളവരെ സംരക്ഷിക്കാനും ആശ്വാസം എത്തിക്കാനും കഴിയുക എന്ന് പറയുന്നത് ഒരു പൊതുപ്രവർത്തകന്റെ, ജനപ്രതിനിധിയുടെ പ്രാഥമികമായിട്ടുള്ള ഉത്തരവാദിത്വങ്ങളിൽ ഒന്നാണ്. അശരണരായ പാലിയേറ്റീവ് രോഗികൾക്ക് ആശ്വാസത്തിന്റെ കിരണമായി മാറുകയാണ് ഗ്രാമഭവൻ. പന്മന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരി അധ്യക്ഷത വഹിച്ചു. തീർത്തും സ്വകാര്യമായ ഒരു ചടങ്ങാണിതെന്ന് ആമുഖമായി തന്നെ പറയാൻ ആഗ്രഹിക്കുന്നു. കാരണം ഇത് ഗവൺമെന്റ് തലത്തിലുള്ള ഏതെങ്കിലും പദ്ധതിയല്ല ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത്. ഇത് ഈ നാട്ടിലെ നല്ലവരായ പ്രവാസി സുഹൃത്തുക്കളടക്കം ഈ നാട്ടിലെ സുമനസ്സുകളുടെ കൂട്ടായ്മയിലൂടെ ഉണ്ടായ ഒരു നേട്ടമാണ്. ഈ നാടിന്റെ അശരണരായിട്ടുള്ളവർക്ക് ആശ്വാസമാകുക എന്ന ലക്ഷ്യത്തോടു കൂടിയുള്ള ഈ പദ്ധതിയിലൂടെ ഇന്ന് യാഥാർത്ഥ്യമാകുന്നത്. ഞാനടക്കമുള്ള ജനപ്രതിനിധികൾ നേരിടുന്ന നിരവധി ബുദ്ധിമുട്ടുകൾ പൊതുസമൂഹത്തിലുള്ളവർ, സിദ്ദീഖ് മംഗലശ്ശേരി ഉൾപ്പെടെയുള്ള നിരവധി ജീവകാരുണ്യ പ്രവർത്തകർ ഈ വേദിയിലുണ്ട്. പലപ്പോഴും ഇത്തരത്തിലുള്ള അഡ്ജസ്റ്റബിൾ ബെഡിന് വേണ്ടി അല്ലെങ്കിൽ ഫോൾഡിംഗ് ബെഡുകൾക്ക് വേണ്ടി നെട്ടോട്ടം ഓടുന്ന നിരവധി ആളുകളെ നമുക്ക് നിരന്തരമായി കാണാൻ സാധിക്കും. പലപ്പോഴും ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് ദുരിതപൂർണമാകേണ്ടി വരുന്ന ജീവിതത്തിന്റെ അവസാന നാളുകളിൽ ആശ്വാസത്തിന്റെ കിരണങ്ങളാവുക എന്നതാണ് ഈ പദ്ധതിയിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. മുൻ പഞ്ചായത്ത് അംഗം നാസിമുദ്ദീൻ സ്വാഗതം പറഞ്ഞു. മുൻ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് R രാജി നന്ദി രേഖപ്പെടുത്തി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഷംല നൌഷാദ്, ജില്ലാ പഞ്ചായത്ത് അംഗം IJ ലക്ഷ്മി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ കൊണ്ടോടിയിൽ മണികണ്ഠൻ, സീമ തങ്കച്ചി, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് R ജയകുമാർ, DCC ജനറൽ സെക്രട്ടറി കോഞ്ചേരിയിൽ ഷംസുദ്ദീൻ, അഡ്വക്കേറ്റ് യൂസഫ് കുഞ്ഞ്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷംന റാഫി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുകന്യ, അൻവർ കാട്ടിൽ, താജു പോരുക്കര, രമ്യ സുനിത്ത, സൗമ്യ, സുഭാഷ്, രഞ്ജിത്ത് മനയിൽ, ഹസീന ഷെരീഫ്, ഷൗക്കത്ത് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചവറ.